സാറേ 10 മണിന്റെ ഫ്ലൈറ്റ് എടുത്താൽ അവർ ഭുവനേശ്വർ എത്തുമ്പോൾ തന്നെ അവരെ പിടിക്കും. അവിടെ വരെ എത്ര പേരുണ്ടടാ? 1600 കിലോമീറ്റർ ഉണ്ട് സാറേ. ഒറീസയല്ലേ? ഓടിയെത്തൂല്ലോ സാറേ. ഫ്ലൈറ്റ് ബസ് പാക്ക് ചെയ്ത് ഇറങ്ങട്ടെ. എനിക്ക് എങ്ങോട്ടുണ്ടാക്കുന്ന കാര്യം പറയും. 3-4 ദിവസം ഉറക്കളച്ച് ജോലി ചെയ്തപ്പോൾ തലയിൽ മൂളില്ലാണ്ടായി. അമീർ പറഞ്ഞിട്ട് ഷിജു ഭുവനേശ്വറിന് ടിക്കറ്റ് എടുത്ത് കൊടുത്തു. ഈ ഷിജു കണ്ടായിരുന്നു അവന്മാർ ട്രെയിനിൽ കയറി പോകുന്നു. ഇനിയിപ്പോൾ ഭുവനേശ്വർ ട്രെയിനിൽ കയറിയെന്ന് തന്നെ വെക്കുക. പോണ വഴി എത്ര സ്റ്റേഷൻ ഉണ്ട്, അവിടെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോ. ഒരു ഐഡിയ ഇട്ട് അറിയും. സാറേ വിനോദാണോ? സ്പീക്കറിലുണ്ട്. ഷാഫി പറ വിനോദേ. സാറേ, ഉത്തർപ്രദേശിലെ ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് നിന്ന് ഇപ്പോൾ മഞ്ചേരിയിലേക്ക് ഒരു 40 സെക്കൻഡ് ഡ്യൂറേഷനിൽ ഒരു കോൾ പോയിട്ടുണ്ട്. ആ ഫൈസാബാദ് നമ്പർ എന്ന് പറഞ്ഞു. 94-391-210. സാറേ ഇത് ഷിജു തന്ന നമ്പറും ഈ നമ്പറും സെയിം അല്ലേ? അതെ. കിഴക്കോട്ട് പോയവരിപ്പോൾ നിൽക്കുന്നത് വടക്ക. രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ അവർ പല വഴികളും നമ്മുടെ മുമ്പിൽ വരച്ചിടും. പക്ഷെ നമുക്ക് പോകേണ്ട വഴി തീരുമാനിക്കേണ്ടത് നമ്മളാണ്. என்ன சொல்றீங்க ஜார்ஜ்? ஃப்ளைட் டு ஃபைசாபாத் இஸ் குவைட் இம்பாசிபிள். ரிக்வெஸ்ட் கொடுத்தா கூட அது அப்ரூவ் ஆகுமான்னு எனக்கு தெரியல. அது மட்டும் இல்லாமல் டிவைஎஸ்பி ரேங்க் கீழே இருக்கிறவங்களுக்கு ஃப்ளைட் பர்மிஷன் கொடுக்கவும் முடியாது. இட்ஸ் வாய்ஸ் ஃபார் யூ டு டேக் த ரோட் ஆர் ட்ரெயின். ശരി സാർ, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം അല്ലേ സാറേ? നമുക്ക് വേണ്ടി 30,000 രൂപ മുടക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ വകുപ്പില്ല. ഒന്നുകിൽ ട്രെയിൻ അല്ലെങ്കിൽ വണ്ടി. കൈമെന്ന് പൈസ എടുത്തിട്ട് പോകാം സാറേ. ബാക്കി എഴുതി വാങ്ങാല്ലേ? അത് നടക്കല്ല സാറേ. 6,000 രൂപ ഡീസൽ അടിച്ച് നമുക്ക് എത്തിച്ചേരാം. അല്ലാണ്ട് 30,000 രൂപ ഷെയറിടാണെന്ന് എൻ്റെ കയ്യിലില്ല. കാശുണ്ടാക്കാൻ വേറെ വഴിയുള്ളവർക്ക് അതും പറ്റും, അതിന് അപ്പുറം പറ്റും. ഇവിടെ ദിവസേ എൻ്റെ വീട്ടിൽ കയറി പണിഞ്ഞാൽ വരെ പൊക്കാന്നല്ല നമ്മളിവിടെ നിൽക്കുന്നത്. മനസ്സിലായേ? എന്നടാ ഒന്ന് നിർത്തണം. ഫ്ലൈറ്റിൽ പോയിട്ടല്ല നമ്മൾ ഇക്കണ്ട കേസൊക്കെ പിടിച്ചത്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ, നമ്മുടെ ഈ വണ്ടിയും പോലീസാണ്. നമുക്ക് ഇവൻ മതി. വണ്ടി എടുക്കും. ശ്വാസം അമരുന്നിതാ ചുവക്കുന്നു പാദം. പല കാതങ്ങൾ കഴിയുമ്പോഴും മാറുന്ന കാറ്റായിതാ നിലയ്ക്കാതെ യാനം. മൃദുഭാവേ ദൃഢകൃത്യേ പുതിയ മാർഗം പുതിയ ലക്ഷ്യം പ്രതിദിനം പൊരുതണം പൊരുതണം. മൃദുഭാവേ ദൃഢകൃത്യേ. സാറേ ഇത് രണ്ടാ സാറേ ബില്ല് കിട്ടിയില്ല. ഇതെന്നാ സാറേ? സ്കൂളിൽ നിന്ന് പിക്നിക്ക് പോയതാ. ഫ്ലൈറ്റും ഫാൻ്റെ എല്ലാം വാങ്ങി കളിക്കാൻ. എല്ലാണ്ടോ സാങ്ഷൻ ആണല്ലോ സാറേ. തൽക്കാലം എന്റെ പേര് എഴുതിക്കോ. പിഴുതെമ്പാടും എറിയുന്ന നേരം മണ്ണോടു വീണാലും ഒരു വിത്തായി മുള പൊന്തുവാനായി കാക്കുന്നു നെഞ്ചം. പല മുൻവാതിൽ അടയുന്ന കാലങ്ങളിൽ ഉൾനോവിനാഴങ്ങളിൽ വിധി തേടുന്ന സഞ്ചാരിയായി വിഷനാഗങ്ങൾ വാഴുന്ന കാടിൻ്റെ നായാടിയായി. സാറേ ഒറ്റ മിനിറ്റ്. വീട്ടിൽ നിന്ന് വൈഫാണ്. ഒറ്റ മിനിറ്റ്.
ഷാഫി നിക്കടാ. ഷാഫി. ഹലോ ആ ജോസേ ജോസേ സ്പാൻഡർ നിർത്തണം. കർത്താവേ, ബില്ല് മേടിച്ചില്ല. ട്രാക്ഷൻ ആവണ്ടേ? മേടിച്ചിട്ട് വരാം. ഷാഫി ജയ എന്താണ്? പ്രതികൾ ആരാണെന്ന് അറിഞ്ഞിട്ടും അവരെ എന്തുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ലെന്നാണ് DGP ചോദിക്കുന്നത്. These culprits are not making any mistakes. Just 1 or 2 loopholes, that's all. கிட்டத்தட்ட 7ல தேடுற மாதிரி இருக்கு சார். Now they are in Faizabad and our team is on the way. ஈவினிங்குள்ள ரீச் ஆகிடுங்க சார். நம்ம கொஞ்சம் பொறுமையாக இருந்தோம்னா they'll definitely nab them, சார். सर वी नीड योर हेल्प. सर डरने की कोई बात नहीं है. अरे बहुत छोटा गांव है और वैसे भी हम लोग आज बिजी हैं. MLA साहब आने वाले हैं, कोई दिक्कत नहीं है, जाइए. सर सर एटलीस्ट वन कांस्टेबल. वन कांस्टेबल. वन कांस्टेबल. ആടെന്താ സാറേ പ്രശ്നം? കേരളമല്ല, അതാണ് പ്രശ്നം. എന്നാ സാറേ നമ്മുടെ കാര്യം? ഒരു കോൺസ്റ്റബിൾ വിട്ട് തന്നിട്ടുണ്ട്, യോഗേഷ്. യോഗേഷ് നമസ്തേ. ജോസ്, ഷാഫി, ജയൻ. നമസ്തേ. நல்லா சாப்பிடுமா? 3 ലെബനൻ പൗരന്മാരെ ISIS ഭീകരർ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം കനക്കുന്നു. ഈ മണിക്കൂറിലെ ബിഗ് ബ്രേക്കിംഗ്. ഏറെ വിവാദമായ അബ്ദുൾ വഹാബ് കൊലക്കേസിലെ അന്വേഷണ സംഘത്തിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി മേടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയുമില്ലാത്ത ഈ ഘട്ടത്തിൽ സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ വിഷലുകൾ. ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുവാനായി പ്രതിപക്ഷ നേതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഈ ആഭ്യന്തരത്തിന്റെ കീഴിലുള്ള വെറും കളിപ്പാവുകൾ മാത്രം കേരള പോലീസ്. എടാ നീ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട. 2 ആഴ്ച കഴിഞ്ഞിട്ടില്ലമ്മ ഡേറ്റ് പറഞ്ഞു. എന്നിട്ടിപ്പം എന്തിനാ നാളത്തേക്കാക്കിയത്? ഇന്ന് ചെക്കപ്പിന് വന്നേരം ഡോക്ടർ പറഞ്ഞാന്ന് നാളെ തന്നെ ചെയ്യാന്ന്. അതിന് നീ ഇങ്ങനെ വേജാറാവണ്ട. ഹലോ അമ്മ. ഹലോ. ഇല്ല സാറേ, ഓളെ സർജറി നാളത്തേക്കാക്കി പോലും. ഈ ടെൻഷൻ ഒന്നും എടുക്കണ്ട, അതൊക്കെ ശരിയായിക്കോളും.